വാടകയ്ക്ക് വീട് കൊടുക്കുന്ന, അതുപോലെ തന്നെ വാടകയ്ക്ക് ഭൂമി കൊടുക്കുന്ന ഭൂ ഉടമകൾക്കും വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന ആളുകളുടെയും ശ്രദ്ധയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വാടകയ്ക്ക് കെട്ടിടവും സ്ഥലവും നൽകുന്നവരും അത് സ്വീകരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഹോംസ് റെന്റ് റൂൾസ് 2025 എന്ന കേന്ദ്ര സർക്കാർ ഇറക്കിയ പുതിയ നിയമപ്രകാരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. താമസ ആവശ്യങ്ങൾക്കായി നമ്മൾ വാടകയ്ക്ക് വീടെടുക്കാറുണ്ട്. അതുപോലെ തന്നെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലവും കെട്ടിടവും നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ആ ഹൗസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ഭൂ ഉടമയ്ക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കൃത്യത ഇല്ലാത്ത രീതിയിലുള്ള അഡ്വാൻസ് എമൗണ്ട് അഥവാ സെക്യൂരിറ്റി എമൗണ്ട് ആണ് നമ്മളിൽ നിന്ന് ഈടാക്കാറുള്ളത്. അതിനെല്ലാം ഒരു കൃത്യത വരുത്തിക്കൊണ്ടുള്ള ഒരു റൂളാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ ഹോം റെന്റ് റൂൾസ് 2025 പ്രകാരം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം. താമസ ആവശ്യങ്ങൾക്ക് അഥവാ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ വീടിന്റെ 2 മാസത്തെ വാടക എത്രയാണോ ആ ഒരു എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഥവാ ഈ ഒരു അഡ്വാൻസ് എമൗണ്ട് എന്ന തുക നമ്മളിൽ നിന്ന് ഈടാക്കേണ്ടത്. അതുപോലെ തന്നെ വാണിജ്യ ആവശ്യം, ഈ കച്ചവടത്തിനുള്ള വീടെടുക്കുമ്പോഴും സ്ഥലം എടുക്കുമ്പോഴും അതിന്റെ എത്രയാണോ 6 മാസത്തെ വാടക അതാണ് അഡ്വാൻസ് എമൗണ്ട് ആയി നമ്മളിൽ നിന്ന് ഈടാക്കേണ്ടത്. ഇതിലൊരു കൃത്യതയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനി മുതൽ എല്ലാ വാടക കരാറുകളും 2 മാസത്തിനുള്ളിൽ ഓൺലൈനായോ പ്രാദേശിക രജിസ്ട്രാർ മുഖേനയോ ഒപ്പിട്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം 5000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നതാണ്. ഇനി മുതൽ ഹൗസ് ഓണേഴ്സിന് തന്നിഷ്ടപ്രകാരമുള്ള വാടക കൂട്ടാനും പറ്റില്ല എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. അങ്ങനെ വാടക കൂട്ടണമെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 90 ദിവസം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകി വേണം ഈ ഒരു വാടക കൂട്ടുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് വാടക ഒഴിപ്പിക്കുന്ന ആ ഒരു പരിപാടിയും ഇനി നടക്കില്ല. അതിനും അതിൻ്റെതായ രീതികളുണ്ട്. ഈ പറഞ്ഞത് പ്രകാരം 3 മാസം മുൻപ് വിവരം അറിയിച്ചതിന് ശേഷമാണ് ആ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇത്രയാണ് വാടകക്കാർക്ക് വേണ്ടി ഈ ഒരു നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഒഴിപ്പിക്കൽ നടപടിക്ക് വ്യക്തമായ വ്യവസ്ഥയും ഈ ഒരു നിയമത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തെന്നാൽ ഒരു പ്രശ്നം, ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 60 ദിവസത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കുമെന്നും അതിനുവേണ്ടി വ്യക്തമായ കോടതികളും ട്രൈബ്യൂണലുകളും സ്ഥാപിക്കുമെന്നും ഈ ഒരു തർക്കം 60 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചു കൊടുക്കുമെന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഇതിൽ കെട്ടിട ഉടമകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. TDS പരിധി ഉയർത്തിയിട്ടുണ്ട്. വാടക വരുമാനത്തിന്മേലുള്ള ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പരിധി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ നികുതി ലളിതമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹോം റെന്റ് റൂൾസ് 2025 കേന്ദ്ര സർക്കാർ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.